പാവയ്ക്ക. ഈ പേര് കേട്ടാൽ തന്നെ പലർക്കും മുഖം ചൊളിക്കും. എന്താ ഇത്ര കയ്പുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് പാത്രത്തിൽ നിന്ന് ഒളിച്ചു രക്ഷപ്പെടാൻ നോക്കുന്ന പച്ചക്കറി. ലോകത്തിലെ ഏക വില്ലൻ ഹീറോ തന്നെയാണ് ഈ പാവയ്ക്ക. പക്ഷെ സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഡോക്ടറാണ് ഇത്. രുചിയിൽ കയ്പാണെങ്കിലും ഗുണങ്ങളിൽ മധുരത്തിൻ്റെ രാജാവാണ്. പാവയ്ക്കയെ നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? പുറത്തു മുഴുവൻ കുത്തുക്കളും കൊമ്പുകളും. ഒന്ന് നോക്കിയാൽ തന്നെ എന്നെ തൊഴണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ്. എന്നാൽ ഉള്ളിലേക്ക് നോക്കിയാൽ സുന്ദരമായ പച്ചനിറം, വിത്തുകൾക്ക് ഒരു പ്രത്യേകമായ ക്രമം. ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തോട് ഒട്ടും വ്യത്യാസമില്ലല്ലോ ഇത്. പുറത്ത് കാണുന്നത് ഒന്ന്, ഉള്ളിൽ കാണുന്നത് വേറെ. ഇപ്പോൾ ഗുണങ്ങളിലേക്ക് അടക്കാം. പാവയ്ക്കയുടെ ഒന്നാമത്തെ ഗുണം ഷുഗർ ലെവൽ നിയന്ത്രണമാണ്. നമ്മുടെ നാട്ടിൽ പലരും പറയാറുണ്ട്, രാവിലെ പാവയ്ക്ക ജ്യൂസ് കുടിച്ചാൽ ഷുഗർ പേടിച്ചോടും. ഇത്രയധികം ഇൻസുലിൻ പോലുള്ള ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് പാവയ്ക്ക ഒരു നിത്യ സുഹൃത്ത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം രക്തശുദ്ധീകരണമാണ്. നമ്മുടെ മുഖത്ത് രക്തം ഒരിക്കൽ മലിനമാകുമ്പോൾ മുഖത്ത് പിമ്പിൾ, ചൊറിച്ചിൽ, അലർജി എല്ലാം വരും. അപ്പോഴാണ് പാവയ്ക്ക എത്തുന്നത്. കൂടുതൽ പ്രശ്നം വേണ്ട, ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് രക്തം ക്ലീൻ ചെയ്തു തരുന്നു. അതുകൊണ്ട് തന്നെ പാവയ്ക്ക കഴിക്കുന്നവരുടെ സ്കിൻ സാധാരണയിൽ കൂടുതൽ ക്ലിയർ ആയിരിക്കും. മൂന്നാമത് പറയാനുള്ളത് ഇതിൻ്റെ ദഹനശക്തിയാണ്. വയറ് ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ പാവയ്ക്ക അവരോട് സഹായി വേറെയില്ല. ഇത് ആഹാരം ദഹിക്കാൻ സഹായിക്കുകയും വയറിലെ കീടങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ വയറിൽ കിടക്കുന്ന കീടങ്ങളുടെ പാർട്ടിക്ക് ഒരു പാവയ്ക്ക പോലീസ് വന്ന് പാർട്ടി ഒടുക്കം എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. പാവയ്ക്കയുടെ മറ്റൊരു ഗുണം ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കലാണ്. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇതൊരു ഗിഫ്റ്റ് തന്നെയാണ്. കുറവ് കലോറി, കൂടുതൽ ഫൈബർ. അതായത് നിങ്ങൾ തിന്നാലും ശരീരം നന്ദി, ഞാനിത് സൂക്ഷിക്കില്ല എന്ന് പറഞ്ഞു വിടും. ജിമ്മിൽ പോകുന്നവർക്കും ഫിറ്റ്നസ് ഫ്രീക്കുകൾക്കും പാവയ്ക്ക ഒരു സൂപ്പർ കൂട്ടുകാരനാണ്. ഇതോടെ തീർന്നോ? ഇല്ല. പാവയ്ക്ക കണ്ണിന് വളരെ നല്ലതാണ്. കരൾ ആരോഗ്യത്തിന് വളരെ നല്ലത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതും കൂടിയാണ്. ഇതിലുള്ള ആൻറ്റി ഓക്സിഡന്റുകൾ നമ്മുടെ ശരീരത്തെ പല രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു പാവയ്ക്ക പല ഡോക്ടർമാരുടെ ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്നു. ഇപ്പോൾ ചെറിയൊരു കോമഡി ആയിട്ടുള്ള സത്യം പറയാം. കുട്ടിക്കാലത്ത് അമ്മ പാവയ്ക്ക കറി ഉണ്ടാക്കിയാൽ നമ്മൾ എന്തു ചെയ്യും? അമ്മേ, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒളിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഡോക്ടർ പറഞ്ഞാൽ പാവയ്ക്ക ജ്യൂസ് രാവിലെ കുടിക്കണമെന്ന്. അപ്പോൾ നമ്മൾ തന്നെ ഗ്ലാസ് എടുത്തുകൊണ്ട് വന്ന് അമ്മേ പാവയ്ക്ക എവിടെയാ എന്ന് ചോദിക്കും. ജീവിതം ഇങ്ങനെയാണ്. ഒരിക്കൽ വെറുത്ത് പിന്നീട് പ്രിയമാകുന്നതാണ് ജീവിതം. പാവയ്ക്ക നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠവും അതുതന്നെയാണ്. പുറത്തുള്ള കയ്പ് നോക്കി ഒരാളെയും ഒരു കാര്യത്തെയും വിധിക്കരുത്. അതിൻ്റെ ഉള്ളിലെ ഗുണം മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥ വില അറിയാൻ പറ്റൂ. അതുകൊണ്ട് അടുത്ത തവണ പാവയ്ക്ക കണ്ടാൽ നിങ്ങൾ മുഖം ചുളിക്കേണ്ട, ഒന്ന് ചിരിച്ചുകൊണ്ട് പറയൂ, നീ കയ്പാണെങ്കിലും എൻ്റെ ആരോഗ്യത്തിന് നീ ഹീറോയാ, സൂപ്പർ ഹീറോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.